നമസ്തേ. ഭാരതത്തിലെ ഓരോ പൗരന്റെയും ക്ഷേമം മുൻനിർത്തി ലോകരാജ്യങ്ങളുമായി ഉറ്റബന്ധം കാത്തുസൂക്ഷിച്ച് ആർക്കും സ്വന്തം രാജ്യത്തെ പണയം വയ്ക്കാതെ അകത്തും പുറത്തും നിന്നുള്ള ശത്രുക്കളെ നേരിട്ട് രാജ്യം പരിപാലിക്കുന്ന നമുക്ക് അഭിമാനമായ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ നരേന്ദ്രമോദി ആണെങ്കിൽ ആ ഉരുക്കിന്റെ കാവലാൾ അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കേഡർ IPS ഉദ്യോഗസ്ഥന് ഒരു വൻ അധ്യായമാണ്. ഈ മനുഷ്യന്റെ നിതാന്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് കോടിക്കണക്കിന് ഭാരതീയർ ഇന്നും വീടുകളിൽ എല്ലാ ദിവസവും സുഖമായി കിടന്നുറങ്ങുന്നത്. ഇന്ത്യൻ അതിർത്തികളിൽ ഇപ്പോഴുള്ള ശാന്തത ഈ മനുഷ്യന്റെ ഉറക്കമില്ലാ ദിനങ്ങൾ സമ്മാനിക്കുന്നതാണ്. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം ഇന്ന് തലയുയർത്തി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരനും അജിത് ഡോവൽ IPS തന്നെയാണ്. പാകിസ്ഥാന്റെ പേടി സ്വപ്നമായി മാറിയ ഒരു ആക്ഷൻ ത്രില്ലർ, അതിലുപരിയായി ഒരു ഹൊറർ ചിത്രമായി അവരൊക്കെ കണ്ടു തീർത്ത ദുരന്തർ 2 ഓരോ രംഗവും കൃത്യമായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് എത്ര പേർക്കറിയാം? അജിത് ഡോവൽ പാക് ISI ഉദ്യോഗസ്ഥരോട് ചോദിച്ച ആ രംഗം, ഇസ്രായേൽ ഞങ്ങളെ അറിയിക്കില്ല എന്ന് നിങ്ങൾ ശരിക്കും കരുതിയോ? ഇതൊക്കെ കേട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഞെട്ടിയത്. ഇതൊക്കെ കെട്ടുകഥകളല്ല, ഭാരതത്തിൽ നടന്നവയാണ്. ഇനി യഥാർത്ഥ ഭാരത ജീവിതത്തിലേക്ക് വന്നാൽ ഇസ്രായേലിന്റെ ലോകത്തെ നമ്പർ 1 ചാരസംഘടനയായ മൊസാദും റോയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ശക്തമാണ്. പാകിസ്ഥാനെയും ജിഹാദി ഭീകരരെയും പോലുള്ള പൊതു ശത്രുക്കൾക്കെതിരായുള്ള ഇവരുടെ സഖ്യം ഇന്ത്യയെ സഹായിച്ച ചില ഉദാഹരണങ്ങൾ വളരെ അക്കമിട്ട് നിരത്താവുന്നത് തന്നെയാണ്. 90കളിലെ കശ്മീർ ഓപ്പറേഷൻ, വിനോദസഞ്ചാരികൾ എന്ന വ്യാജേന എത്തിയ മൊസാദ് ഏജന്റുമാർ അവിടെ ചെന്ന് ഭീകരരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അത് ഇന്ത്യക്ക് കൈമാറി. 99ലെ കാർഗിൽ യുദ്ധം, പാക് നുഴഞ്ഞു കയറ്റത്തിന്റെ തത്സമയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മൊസാദ് നൽകിയത് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നീക്കങ്ങൾ നടത്താൻ സഹായകമായി. 2008 മുംബൈ ഭീകരാക്രമണം, ആ ആക്രമണ സമയത്ത് ലഷ്കർ-ഇ-തൊയ്ബ ഹാൻഡിൽഡ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മൊസാദ് ഏജന്റുമാർ റോയുടെ സുരക്ഷിത താവളങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അത് ചരിത്രമാണ്. 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, ജയ്ഷെ മുഹമ്മദ് ഹാൻഡലർമാരെ കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ മൊസാദാണ് റോയ്ക്ക് കൈമാറിയത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാകോട്ട് വ്യോമാക്രമണത്തിൽ മുന്നോടിയായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളും സൈബർ തെളിവുകളുമൊക്കെ മൊസാദാണ് ഇന്ത്യക്ക് കൈമാറിയത്. 2020 ഗൽവാൻ സംഘർഷം, ചൈനീസ് സൈനിക നീക്കങ്ങളെ പറ്റിയുള്ള മൊസാദിന്റെ വിവരങ്ങൾ ചൈനയുടെ കടന്നുകയറ്റം മുൻകൂട്ടി റോയെ അറിയിച്ചു. അതുപ്രകാരമാണ് ഇന്ത്യൻ സേന മുന്നേറിയത്. 2021 ഇറാൻ ചാരശൃംഖല, 2021 ഇറാന്റെ ചാരശൃംഖല, പാകിസ്ഥാനിലെ ഗ്വാദറിനെ ലക്ഷ്യമിട്ട് റോയും മൊസാദും ചേർന്ന് നടത്തിയ പ്രോജക്ട് ഗിദയോൻ ഇഷ, അതുവഴി ഇറാൻ റവല്യൂഷണറി ഗാർഡ് 312 ഏജന്റുമാരെയാണ് 2024 ഐസിസ് വിരുദ്ധ വിവരശേഖരണമാണ് അടുത്തത്. ഇന്ത്യയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ട ഖലിസ്ഥാനി ഐസിസ് സംഘങ്ങളെ തകർക്കാൻ മൊസാദ് നൽകിയത് നിർണായകമായ വിവരങ്ങൾ. അതാണ് റോയെ സഹായിച്ചത്. പാകിസ്ഥാൻ ജിഹാദി ഭീഷണി നേടുന്ന ഈ കാലഘട്ടത്തിൽ മൊസാദ് റോ പങ്കാളിത്തം തകർക്കാനാകാത്ത ഒന്നാണെന്ന് ഇനിയും കൂടുതൽ തെളിവുകൾ ആവശ്യമാണോ? വേണ്ട. ഇതാണ് ഇസ്രായേലിന്റെ മൊസാദും ഇന്ത്യയുടെ റോയും തമ്മിലുള്ള ആ ദൃഢബന്ധത്തിന്റെ തെളിവുകൾ.